ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോടാട്ടോ. രാവിലെ 6 മണി ആയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കോഴിക്കോട് വരയ്ക്കൽ ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ശാർദാണ്, 4ാമത്തെ വർഷമാണ്. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുള്ളൊരു സമയമാണ് കേട്ടോ. ഒരുപാട് ആളുകൾ ബലിയിടാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങ് പരന്ന് കിടക്കുന്ന കടൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ബലിയിടൽ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു തിരിച്ച് വരികയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മളിങ്ങനെയുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ പാർക്കാണ്. ഒരുപാട് ആളുകൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ രാവിലെ അതിനെക്കൊണ്ട് എന്നും ഇവിടെ ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വരയ്ക്കൽ ബീച്ച് കേട്ടോ. ബലികർമ്മങ്ങൾ ചെയ്യുന്ന ആ ഒരു സ്ഥലമാണ് ഇവിടെ. ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ കാക്കകൾ, പ്രാവുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാ ഒരു ബോട്ട്, 2 ബോട്ട് അതാ മീൻ പിടിച്ചും കൊണ്ട് നിൽക്കുകയാണ്. കൂടുതൽ അകലമൊന്നുമല്ല, നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരമാണ് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമാണ്. മോട്ട് ഇതൊക്കെ നോക്കി കണ്ട് അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരുങ്ങുകയാണ്. അപ്പം നമ്മൾ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് പോവാമെന്ന് കരുതുക. അപ്പോൾ ഇതാണ് ഞാനും മോനുട്ടനും എൻ്റെ ചേച്ചിയും കൂടിയാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോണതിന് മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക, വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇതാ വെള്ളത്തിനടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല തിര അടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം കാണാൻ നല്ല രസമാണ്. ഭയങ്കര ഓളമുള്ള തിരകൾ തന്നെയായിരുന്നു. നല്ല ഹെവി തിരകളായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ചേച്ചി ഇതാ വീഡിയോ എടുക്കുകയാണ്, മോട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എത്ര കണ്ടാലും ആഗ്രഹം തീരാത്തൊരു സംഭവമാണ് നമ്മളെ കടൽ കാണുക എന്നുള്ളത്. അതെല്ലാവർക്കും അങ്ങനെയാണ്. അപ്പം ഞാനും ചേച്ചിയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ല തിരയാണ് കേട്ടോ. നല്ല ഫോഴ്സിലാണ് തിര വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ ഞങ്ങൾക്ക് കാലൊക്കെ ഒന്ന് കഴുകണം തോന്നി. അങ്ങനെ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി കേട്ടോ. കാലൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കാല് കഴുകാൻ അങ്ങോട്ട് പോയതിൻ്റെ മുന്നേ തന്നെ തിര അങ്ങോട്ട് വരൽ തുടങ്ങി. ഞങ്ങൾ കാല് ചെറുതായിട്ടൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. ഞങ്ങളെ നന്നായിട്ടൊന്ന് നന്നാക്കി ഒന്ന് കഴുകിയിട്ടാട്ടോ തിരമാല ഞങ്ങളെ വിട്ടത്. ഞങ്ങൾ ഡ്രസ്സ് കുറച്ച് നനഞ്ഞു, എന്നാലും കുഴപ്പമില്ല. കുറച്ചൊക്കെ ഒന്ന് വെള്ളത്തിൻ്റെ അടുത്ത് പോയി നിന്നു. വെള്ളം കണ്ട് ആസ്വദിച്ച് വെള്ളത്തിൽ കളിച്ചു. ഓക്കെ, അങ്ങനെ ഇതാ കുറച്ച് നേരം അവിടെ നിന്നു. ഞങ്ങൾ കുറച്ച് നടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതാ അങ്ങനെ നടക്കണ്ട, കാലൊക്കെ കഴുകിക്കൊള്ളി എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാലിൽ വന്ന് തിര വന്ന് മണ്ണൊക്കെ കഴുകി തന്നു കേട്ടോ. ഞങ്ങളങ്ങനെ നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മളെ തൊട്ടടുത്ത് ഒരു ബോട്ട് വരുന്നത് കണ്ടോ. അത് മീൻ പിടിക്കാനായിട്ട് വല ഇടുകയാണ് കേട്ടോ. അധികം ദൂരമൊന്നുമല്ല, പക്ഷെ നല്ല മീനുണ്ട് അവിടെ. ഒരുപാട് മീനുണ്ട് കണ്ടോ. അത് കാക്കകളും പക്ഷികളും മീൻ തുള്ളുകയാണേ, മുകളിലേക്ക് തുള്ളി തുള്ളി കളിക്കുന്നുണ്ട്. ഇതിൽ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, ഞങ്ങൾ നേരിട്ട് നന്നായിട്ട് കാണാൻ പറ്റിട്ടോ. അപ്പോൾ ഇതാ വേറൊരു ബോട്ടും കൂടെ വന്നേ. ആ സമയം കണ്ടോ, അതാ മീനുകൾ ഒരൊറ്റ തിരക്ക് ഇവിടെ മീനുകൾ അടിഞ്ഞിട്ടോ. ആ പെട്ടെന്ന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ആളുകൾ ആ ഒരു സമയത്തേക്ക് അപ്പോൾ വന്ന് എത്തിപ്പെട്ട് മീനുകൾ ഇങ്ങനെ തുള്ളി കളിക്കുന്നത് ഞങ്ങൾ കുറച്ചൊക്കെ പെറുക്കിട്ടോ. പിന്നെ ഞങ്ങൾ ഓടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ ടിക്കറ്റ് എടുത്തു. ട്രെയിനിൽ കയറി സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാതെ പോയതല്ലേ, അപ്പം നമുക്കൊരു ചായയും പരിപ്പ് വടയൊക്കെ വാങ്ങി കഴിക്കാൻ തോന്നി. അത് കഴിച്ചു. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. നമ്മൾ വന്ന ട്രെയിനാണ്. നമ്മൾ ഇറങ്ങി നടക്കുന്ന ആ സമയം കൊണ്ട് തന്നെ ട്രെയിന് പോവാൻ തുടങ്ങി. നമുക്ക് കോഴിക്കോട് നേത്രാവതി എക്സ്പ്രസ്സിലാണ് പോന്നിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റിട്ടോ. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇതാ പോകുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ റെയിൽ ക്രോസ് ചെയ്തു.
അപ്പം നമ്മൾ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് നമ്മൾ സ്വന്തം കൈ കൊണ്ട് പിടിച്ച മീനാണ് കേട്ടോ. നമ്മൾ മണലൊക്കെ ഉള്ള കാരണം നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് കഴുകി നല്ല കഴുകി വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.